സാർ, ഒരു മരത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ബട്ട്ലറുടെ പ്രവൃത്തികളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അർത്ഥശൂന്യമായ ചോദ്യങ്ങളും പ്രവൃത്തികളും. ഇതൊക്കെ അറിഞ്ഞിട്ട് അവനെന്ത് ചെയ്യാനാണ്? എന്നാൽ അവസാനം റെജിനാൾഡ് തന്നെ അമ്പരന്നു പോയി. ബുദ്ധിമാനായ ആ ബട്ട്ലർ നടത്തിയ പ്ലാനിംഗ് എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിൽ അവനേക്കാൾ മുന്നിലായിരുന്നു ഷെർലക് ഹോംസ്. ആ കഥ ഇങ്ങനെയാണ്. ഷെർലക് ഹോംസ് തൻ്റെ കിടക്കമുറിയിൽ ചെന്ന് ഒരു കൂറ്റൻ തകരപ്പെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവന്നു. വാട്സൺ, ഇതിൽ തന്നെ ആവശ്യത്തിന് കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ താങ്കളുടെ ആദ്യകാല അനുഭവങ്ങളാണോ? അതെ, എല്ലാം നേട്ടങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. രസകരമായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഇവയിൽ കാണാം. ഹോംസ് ചെറിയ ഒരു പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ ചുരുട്ടിയിട്ടിരുന്ന ഒരു കടലാസും പഴയ ഒരു പിച്ചള താക്കോലും ഒരു ഉണ്ട നൂലുമായി ബന്ധിച്ചിരുന്ന മരത്തിലുള്ള ഒരു ആണിയും തുരുമ്പ് പിടിച്ച 2-3 ലോഹ തകിടുകളും ഉണ്ടായിരുന്നു. ഷെർലക് ഹോംസ് അവ ഓരോന്നായി മേശപ്പുറത്ത് നിരത്തിവെച്ചു. വാട്സൺ, മസ്ഗ്രേവ് ചടങ്ങുകളുടെ സ്മാരകമാണിത്. ആ കേസിനെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശരി വാട്സൺ, ഗ്ലോറിയ സ്കോട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സംഭവവും ഞാൻ നിങ്ങളോട് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള നിർഭാഗ്യവാനായ ആ മനുഷ്യനുമായുള്ള സംഭാഷണവുമാണ് എൻ്റെ ശ്രദ്ധയെ ഈ തൊഴിലിലേക്ക് തിരിച്ചുവിട്ടത്. എന്നാൽ ആദ്യകാലത്ത് എത്ര പാടുപെട്ടിട്ടാണ് ഈ രംഗത്ത് കാലുറപ്പിക്കാൻ കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായി ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ മോണ്ടേക്ക് സ്ട്രീറ്റിനടുത്താണ് താമസിച്ചിരുന്നത്, ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സമീപം. യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷങ്ങളിൽ എൻ്റെ പ്രവർത്തനം കുറേയൊക്കെ ഖ്യാതി നേടിയിരുന്നു. അന്നത്തെ എൻ്റെ സഹപാഠികളുടെ ശുപാർശ കൊണ്ട് ഇടയ്ക്കൊക്കെ 1-2 കേസുകൾ എനിക്ക് ലഭിച്ചു. അതിൽ മൂന്നാമത്തേതായിരുന്നു മസ്ഗ്രേവ് ചടങ്ങിനെ സംബന്ധിച്ചുള്ളത്. ആ സംഭവ പരമ്പരകളും അവയുടെ ആഘാതമേറ്റ് ആടിയുലഞ്ഞ വൻ പ്രശ്നങ്ങളുമാണ് എന്നെ ഇന്നത്തെ നിലയിലെത്തിച്ച ചവിട്ടുപടികൾ. കോളേജിൽ എൻ്റെ സഹപാഠിയായിരുന്നു റെജിനാൾഡ് മസ്ഗ്രേവ്. രാജ്യത്തിലെ ഏറ്റവും പുരാതനമായ ഒരു കുടുംബത്തിലെ സന്തതിയായിരുന്നു അയാൾ. എൻ്റെ നിരീക്ഷണ രീതിയെയും അനുമാനങ്ങളെയും കുറിച്ചറിയാൻ അയാൾ അതിയായ താല്പര്യം പ്രകടിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞാണ് ഞാൻ അയാളെ കാണുന്നത്. ഒരു നാൾ മുറിയിലേക്ക് അയാൾ കടന്നു വന്നു. ആളിനൊരു മാറ്റവുമില്ല. പുതിയ ഫാഷനിലുള്ള വസ്ത്രധാരണം, പഴയ ശാന്തവും സൗമ്യവുമായ മുഖമായിരുന്നു അപ്പോഴും. ആ മസ്ഗ്രേവ്, വരൂ, എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? താങ്കൾക്ക് സുഖമാണല്ലോ അല്ലേ? ഹോംസ്, എൻ്റെ അച്ഛൻ മരിച്ച വിവരം കേട്ടറിഞ്ഞിരിക്കും. 2 വർഷമായി. ഇപ്പോൾ ഹൾസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ചുമതല എന്നിലാണ്. ഞാൻ താങ്കളുടെ ജില്ലയിലെ നിയമസഭാംഗവുമാണ്. എപ്പോഴും ജോലി തിരക്കു തന്നെ. ഹോംസ്, നിങ്ങൾ പണ്ട് പ്രകടിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കഴിവുകൾ ഇപ്പോൾ പ്രയോഗത്തിൽ വരുത്തി തുടങ്ങിയെന്ന് കേട്ടല്ലോ. ആ അതെ, ഞാൻ എൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ടാണ് ഇപ്പോൾ ഉപജീവനം നടത്തുന്നത്. ഓ, വളരെ സന്തോഷം. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമുണ്ട് ഹോംസ്. ഹൾസ്റ്റണിൽ ചില വിചിത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു. തികച്ചും അസാധാരണവും വിശദീകരിക്കാനാവാത്തതുമായ സംഭവങ്ങൾ. മുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മസ്ഗ്രേവ്, എല്ലാം വിശദമായി തന്നെ പറയൂ. ഞാൻ വിവാഹിതനാണെങ്കിലും ഞങ്ങൾക്ക് ഭൃത്യന്മാർ അനവധിയുണ്ട്. ഹൾസ്റ്റണിലെ വലിയ മാളിക നോക്കി നടത്തണമല്ലോ. നായാട്ടുകാലത്ത് പാർട്ടികൾ പതിവാണ്. അതിലും ജോലിക്കാർ വേണം. ആകെ കൂടി 8-10 പണിക്കാരികളും ഒരു പാചകക്കാരനും 2 പരിചാരകരും ഒരു കൊച്ചു പയ്യനും ഒരു ബട്ട്ലറുമുണ്ട്. കുതിരകളെ നോക്കാനും തോട്ടത്തിലേക്കും ജോലിക്കാർ വേറെയും. മുൻപ് പറഞ്ഞവരിൽ ഏറ്റവും പഴയ ആൾ ബ്രണ്ടൻ എന്നു പേരുള്ള ബട്ട്ലറാണ്. അയാൾ കുറച്ചുനാൾ സ്കൂൾ മാസ്റ്ററായിരുന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛനാണ് ബട്ട്ലറായി നിയമിച്ചത്. സൽസ്വഭാവിയും ഉത്സാഹശീലനുമായ അയാൾ വളരെ വേഗം ഞങ്ങളുടെ വീട്ടിലെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നു. ഒത്ത ശരീരവും നല്ല സൗന്ദര്യവുമുള്ള ബ്രണ്ടൻ ഞങ്ങളുടെ ജോലിക്കാരനായി ചേർന്നിട്ട് 20 വർഷമായെങ്കിലും വയസ്സ് 40-ലധികമില്ല. അയാൾക്ക് അനേകം ഭാഷകൾ അറിയാം. മിക്കവാറും എല്ലാ സംഗീതോപകരണങ്ങളും കൈകാര്യം ചെയ്യും. ഈ കഴിവുകളെല്ലാമുള്ളയാൾ ഇത്രയും കാലം ബട്ട്ലറായി തുടരുന്നത് അത്ഭുതമെന്ന് തന്നെ പറയാം. അയാൾ അതിൽ സംതൃപ്തനായിരിക്കും. ഹൾസ്റ്റണിലെ ബട്ട്ലർ ഞങ്ങളുടെ അതിഥികൾക്കെല്ലാം ഒരു സംസാര വിഷയമായി തീർന്നിട്ടുണ്ട്. പക്ഷേ സ്ത്രീ വിഷയത്തിൽ ആളല്പം പിശകാണ്. വിവാഹിതനായിരുന്നപ്പോൾ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ മരിച്ചതു മുതൽ അയാളെ ചൊല്ലി പരാതികൾക്ക് അവസാനമില്ല. 4-5 മാസം ഇതിനൊരു അറുതി വന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ ഒരു പണിക്കാരത്തിയായ റേച്ചൽ ഹോവൽസുമായി അയാളുടെ വിവാഹം നിശ്ചയിച്ചു. എന്നാൽ അത് നടന്നില്ല. അതുപേക്ഷിച്ച് കുതിര സൂക്ഷിപ്പുകാരൻ്റെ മൂത്ത മകൾ ജാനറ്റ് ട്രെഗല്ലിസുമായി അയാൾ അടുത്തിരിക്കുകയാണ്. വളരെ നല്ലൊരു പെൺകുട്ടിയാണ് റേച്ചൽ ഹോവൽസ്. പെട്ടെന്ന് ക്ഷോഭിക്കുന്ന പ്രകൃതമാണെന്നേ ഉള്ളൂ. വെയിൽസിൽ നിന്നുള്ളവർക്ക് പൊതുവെയുള്ള സ്വഭാവമാണിത്. ഇപ്പോൾ മസ്തിഷ്കജ്വരം പിടിപെട്ട് അവശയായി ഓടി നടക്കുന്നു. അല്ല, ആയിരുന്നു ഇന്നലെ വരെ. കണ്ടാൽ പഴയ റേച്ചലിൻ്റെ പ്രേതമാണെന്ന് തോന്നും. അതായിരുന്നു ഹൾസ്റ്റണിൽ ഒന്നാമതായി അരങ്ങേറിയ നാടകം. രണ്ടാമത്തേത് കുറെ കൂടി പ്രക്ഷുബ്ധമായിരുന്നു. അത് ഞങ്ങളുടെ മനസ്സിൽ നിന്നും ആദ്യത്തേതിനെ മാച്ചു കളഞ്ഞു. ബട്ട്ലർ ബ്രണ്ടന്റെ ദുഷ്പേരിലും ഡിസ്മിസലിലും നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഹോംസ്, സംഭവം ഇപ്രകാരമാണ്. അയാൾ സമർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സാമർഥ്യമാണ് അയാളുടെ അധപ്പതനത്തിന് കാരണമായി ഭവിച്ചത്. ഏതിലും തലയിടാനുള്ള വാസന,
തന്നെ സംബന്ധിക്കാത്തത് പോലും അറിയാനുള്ള ആഗ്രഹം അയാൾക്കുണ്ട്. ഞങ്ങളുടെ വീട് ഒരു വലിയ മാളികയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി, ഞാൻ അത്താഴത്തിന് ശേഷം ഒരു കട്ടൻ കാപ്പി കുടിച്ചു. പതിവില്ലാതെ അകത്താക്കിയ ആ പാനീയം എൻ്റെ ഉറക്കം കളഞ്ഞു. വെളുപ്പിന് 2 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ചു. പകുതിയാക്കി വെച്ചിരുന്ന ഒരു നോവൽ വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു. പുസ്തകം ബില്യാർഡ്സ് മുറിയിലാണ് വെച്ചിരുന്നത്. ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് ഞാൻ പുസ്തകമെടുക്കാൻ പോയി. കുറെ പടികൾ ഇറങ്ങി ഇടനാഴി കടന്ന് ലൈബ്രറിക്കും ആയുധപ്പുരയ്ക്കും അപ്പുറത്താണ് ബില്യാർഡ്സ് മുറി. ഇടനാഴിയിലെത്തിയപ്പോൾ ലൈബ്രറിയുടെ തുറന്ന വാതിൽ കൂടി വെളിച്ചം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ തന്നെയാണ് വിളക്കണച്ചതും വാതിലടച്ചതും. സ്വാഭാവികമായും കള്ളന്മാരെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഇടനാഴിയിലെ ചുമരുകൾ പഴയകാലത്തെ ആയുധങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഞാൻ മെഴുകുതിരി അവിടെ വെച്ച് ഒരു മഴു കയ്യിലെടുത്തു. ശബ്ദമുണ്ടാക്കാതെ വാതിലിനടുത്തെത്തി ഒളിഞ്ഞു നോക്കി. ബട്ട്ലർ ബ്രണ്ടൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുറത്തു പോകാനെന്ന വണ്ണം വസ്ത്രങ്ങൾ അണിഞ്ഞ് ചാരു കസേരയിലിരുന്ന അയാളുടെ മടിയിൽ ഭൂപടം പോലെ തോന്നിച്ചിരുന്ന ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതിൽ നോക്കി ചിന്തയിലാണ്ട് കുനിഞ്ഞിരുന്ന അയാൾ എന്നെ കണ്ടില്ല. അത്ഭുത സ്തബ്ധനായ ഞാൻ ഇരുട്ടത്ത് മറഞ്ഞു നിന്ന് അയാളെ ശ്രദ്ധിച്ചു. ചെറിയ ഒരു മെഴുകുതിരി മേശപ്പുറത്ത് മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് അലമാര തുറന്ന് ഒരു കടലാസ് എടുത്തു. മേശപ്പുറത്ത് മെഴുകുതിരിയുടെ സമീപം നിവർത്തി വെച്ച് സൂക്ഷിച്ച് പരിശോധിച്ചു തുടങ്ങി. ഞങ്ങളുടെ കുടുംബ പ്രമാണങ്ങൾ ഇങ്ങനെ നിസ്സങ്കോചം പരിശോധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ബ്രണ്ടൻ തലയുയർത്തി നോക്കി. വാതിൽക്കൽ എന്നെ കണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് രക്തപ്രസാദം ഇല്ലാതായി. മടിയിലിരുന്ന ഭൂപടം പോലെ തോന്നിയ കടലാസ് അയാൾ കുപ്പായത്തിനുള്ളിൽ തിരുകി. ഓഹോ, അപ്പോഴങ്ങനെയാണല്ലേ. ഇതായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി. നിങ്ങളെ വിശ്വസിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. നാളെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പൊക്കോളണം. പാടെ തകർന്നവനെ പോലെ തല കുനിച്ച് ഒന്നും പറയാതെ അയാൾ പിൻവലിഞ്ഞു. മേശപ്പുറത്തിരുന്ന മെഴുകുതിരി അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ അയാൾ അലമാരയിൽ നിന്നും എടുത്ത കടലാസ് എന്താണെന്ന് ഞാൻ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. തീരെ അപ്രധാനമായ ഒന്ന്. മസ്ഗ്രേവ് ചടങ്ങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പഴയ ആചാരത്തിലെ ചോദ്യോത്തരങ്ങളുടെ പകർപ്പായിരുന്നു അത്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നുള്ളൂ. നൂറ്റാണ്ടുകളായി പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഓരോ പുരുഷനും അനുവർത്തിക്കേണ്ട അർത്ഥശൂന്യമെന്ന് പറയാവുന്ന ഒരു ചടങ്ങ്. സ്ഥാനചിഹ്നങ്ങളോടൊപ്പം ഒരുപക്ഷെ ഇതും പുരാവസ്തു ഗവേഷകർക്ക് പ്രയോജനപ്പെട്ടേക്കാം. മസ്ഗ്രേവ്, ആ പേപ്പറിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. നിങ്ങൾ ബ്രണ്ടനെ കുറിച്ച് പറയൂ. ബ്രണ്ടന്റെ കഥ തുടരാം. ഞാൻ അലമാര പൂട്ടി പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ അതാ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സാർ, എനിക്ക് ഈ മാനക്കേട് സഹിക്കാൻ വയ്യ. അപമാനിച്ചാൽ ഞാൻ മരിച്ചു കളയും. എൻ്റെ ഹൃദയരക്തം കൊണ്ട് അങ്ങയുടെ കൈകൾ പങ്കിലുമാകും. ഞാൻ ചെയ്ത അപരാധം പൊറുക്കാൻ വയ്യെങ്കിൽ 1 മാസത്തെ സമയം തരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാം. എന്നെ പുറത്താക്കിയതാണെന്ന് മാലോകർ അറിയാതിരിക്കട്ടെ. ബ്രണ്ടൻ, നിങ്ങൾ ദയ അറിയിക്കുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റം തീരെ തരംതാണതായിപ്പോയി. എന്നാലും ഇത്രയും നാൾ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നിങ്ങളെ അധിക്ഷേപിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 1 മാസമൊന്നും തീരെ വയ്യ. ഒരാഴ്ച സമയം തരും. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് ഇവിടുന്ന് പൊയ്ക്കോളൂ. ഒരാഴ്ചയോ സാർ? ഒരു മാസമെങ്കിലും എനിക്ക് സമയം തരൂ. ഇല്ല, ഒരാഴ്ച. അത് അങ്ങേയറ്റത്തെ സൗജന്യമാണ്. നിരാശനായവനെ പോലെ അയാൾ നടന്നു നീങ്ങി. ഞാൻ വിളക്കണച്ച് എൻ്റെ മുറിയിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രണ്ടൻ ജോലിയിൽ അത്യന്തം കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല. നാണക്കേട് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ അയാൾ എന്ത് ചെയ്യുമെന്ന് ഉത്സാഹത്തോടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. 3-ാം ദിവസം രാവിലെ പതിവുള്ള സമയത്ത് അയാളെ കണ്ടില്ല. പ്രാതലിന് ശേഷം അന്നത്തെ ജോലിയെക്കുറിച്ചുള്ള നിർദ്ദേശത്തിനായി എന്നും എന്നെ വന്ന് കാണുക പതിവാണ്. ഭക്ഷണമുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പണിക്കാരത്തി റേച്ചൽ ഹോവൽസ് എതിരെ വരുന്നു. രോഗശയ്യയിലായിരുന്ന അവൾക്ക് അപ്പോഴും ആരോഗ്യം വീണ്ടു കിട്ടിയിരുന്നില്ല. മെലിഞ്ഞു വിളറിയിരുന്ന അവളെ ജോലി ചെയ്യാൻ എത്തിയതിനെ ഞാൻ നന്നായി ശകാരിച്ചു. റേച്ചൽ, നീ പോയി കിടക്കൂ. സുഖമായിട്ട് വന്നാൽ മതി. അവളുടെ വല്ലാത്ത നോട്ടം കണ്ട് ഞാൻ അന്താളിച്ചു പോയി. മസ്തിഷ്ക ജ്വരം വീണ്ടും പിടിപെട്ടതാകുമോ എന്നെനിക്ക് തോന്നി. എൻ്റെ സൂക്കേട് ഭേദമായി സാർ, അവൾ പറഞ്ഞു. അത് ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ. നീ ഇപ്പോൾ പോകൂ. താഴെ ചെന്ന് ആ ബ്രണ്ടനെ വിളിച്ചോണ്ട് വരൂ. ബ്രണ്ടൻ? അയാൾ പോയി. അയാൾ പോയി. ഞാൻ കണ്ടില്ല. ചുമരിൽ ചാരി നിന്ന് അവൾ പൊട്ടിച്ചിരിച്ചു. അപസ്മാരം ബാധിച്ചതുപോലെയുള്ള ചിരി കണ്ട് ഞാൻ ഭയന്നുപോയി. അപ്പോഴും ചിരിച്ചും കരഞ്ഞും നിലവിളിച്ചും കൊണ്ടിരുന്ന അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ബ്രണ്ടനെ പറ്റി അന്വേഷണം ആരംഭിച്ചു. അയാൾ അപ്രത്യക്ഷനായത് തന്നെ. തലേന്ന് രാത്രിയിൽ മുറിയിൽ കിടന്നുറങ്ങിയതിൻ്റെ ലക്ഷണമൊന്നുമില്ല. വീട്ടിന് പുറത്തു പോയത് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. രാവിലെ വാതിലുകളും ജനലുകളുമൊക്കെ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. അയാളുടെ വസ്ത്രങ്ങളും വാച്ചും പണവുമൊക്കെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബ്രണ്ടൻ സാധാരണയായി ധരിക്കാറുള്ള കറുത്ത കോട്ട് മാത്രം കാണാനില്ല. ഷൂസുകൾ അവിടെയുണ്ട്. സ്ലിപ്പറുകൾ കാണുന്നില്ല. രാത്രിയിൽ ബ്രണ്ടൻ എവിടെ പോയതായിരിക്കും? അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും?
നിലവറ മുതൽ തട്ടിൻപുറം വരെ ഞങ്ങൾ തിരഞ്ഞു. ബ്രണ്ടന്റെ ഒരു വിവരവുമില്ല. മാളികയുടെ വലിപ്പത്തെപ്പറ്റി മുൻപ് ഞാൻ പറഞ്ഞുവല്ലോ, ഒരു രാവണൻ കോട്ട തന്നെ. അതിലെ പഴയ എടുപ്പുകളിലൊന്നും ആൾപ്പാർപ്പില്ല. എങ്കിലും എല്ലായിടവും ഞങ്ങൾ പരതി നോക്കി. തൻ്റെ എല്ലാ വസ്തുക്കളും അയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ എവിടെയുണ്ട്? ഞാൻ പോലീസിൽ അറിയിച്ചു. അവരുടെ അന്വേഷണം കൊണ്ടും ഫലമുണ്ടായില്ല. രാത്രി മഴയുണ്ടായിരുന്നു. വീടിന് ചുറ്റുമുള്ള നടപ്പാതയും പുൽത്തകടിയുമൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഒരടയാളവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സംഭവം ഉണ്ടായി. റേച്ചൽ ഹോവൽസിന്റെ അസുഖം കുറെ കൂടുതലായി. 2 ദിവസം അപസ്മാര മൂർച്ചയിലായിരുന്നുകൊണ്ട് രാത്രി മുഴുവൻ അടുത്തിരിക്കാൻ ഒരു നേഴ്സിനെ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ബ്രണ്ടന്റെ തിരോധാനത്തിന്റെ 3-ാം ദിവസം രോഗി സുഖമായി ഉറങ്ങുന്നത് കണ്ട് നേഴ്സ് കസേരയിൽ കിടന്നൊന്ന് മയങ്ങി. വെളുപ്പിന് ഉണർന്നപ്പോൾ റേച്ചലിനെ കാണാനില്ല. ജനാല തുറന്നു കിടന്നിരുന്നു. നേഴ്സ് ഓടി വന്ന് എന്നെ വിളിച്ചുണർത്തി. ജോലിക്കാരുടെ സഹായത്തോടെ ഞാൻ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാക്കാൻ വിഷമമുണ്ടായിരുന്നില്ല. പുൽത്തകടിയിലൂടെ തടാകം വരെ കാലടിപ്പാടുകൾ പതിഞ്ഞു കിടന്നിരുന്നു. 8 അടി താഴ്ചയുള്ള തടാകത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചരൽ പാതയിൽ ആ അടയാളങ്ങൾ അവസാനിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ പരിഭ്രമം ഊഹിക്കാമല്ലോ. അവൾ ആ തടാകത്തിൽ വീണ് മരിച്ചു കാണുമെന്ന് ഞങ്ങൾ കരുതി. ഉടൻ തന്നെ വല വീശി മൃതദേഹം വീണ്ടെടുക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഹതഭാഗിയായ ആ പെൺകുട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായി വളരെ വിചിത്രമായ മറ്റൊരു വസ്തു ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടി. ഒരു സിൽക്ക് സഞ്ചിയും അതിനുള്ളിൽ പഴകി തുരുമ്പിച്ച ലോഹ കഷ്ണങ്ങളും നിറം മങ്ങിയ നിരവധി കുപ്പിച്ചില്ലുകളും ഉരുളൻ കല്ലുകളും. ഇതുമാത്രമേ ആ തടാകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയും അന്വേഷണം തുടർന്നെങ്കിലും ബ്രണ്ടനെ പറ്റിയോ റേച്ചലിനെ പറ്റിയോ യാതൊരു വിവരവും കിട്ടിയില്ല. പോലീസ് അന്വേഷണവും ഗതിമുട്ടി നിൽക്കുന്നു. മിസ്റ്റർ ഹോംസ്, അറ്റകൈയായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. വാട്സൺ, എന്തുമാത്രം ജിജ്ഞാസയോടെയാണ് ഞാൻ ആ വിചിത്രമായ സംഭവം കേട്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സംഭവ പരമ്പരകളെ കോർത്തിണക്കുന്ന ചരടിന്റെ ഒരു തുമ്പെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പണിക്കാരത്തെ മുൻപ് ബട്ട്ലറെ സ്നേഹിച്ചിരുന്നു. അയാൾ ഉപേക്ഷിച്ചപ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നിയിരിക്കും. അവളുടെ സിരകളിൽ വെയിൽസിലെ രക്തമാണ്. പെട്ടെന്ന് വികാരാധീനയാകും. അയാൾ അപ്രത്യക്ഷനായപ്പോൾ അവൾ വളരെ ക്ഷോഭിച്ചിരുന്നു. ചില വിചിത്ര വസ്തുക്കളടങ്ങിയ സഞ്ചി അവൾ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കണക്കിലെടുക്കേണ്ട വസ്തുതകൾ ഇത്രയുമാണ്. പക്ഷേ ഇതൊന്നും പ്രശ്നത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുമില്ല. ഈ സംഭവ പരമ്പരകളുടെ തുടക്കം എവിടെയായിരിക്കും? അത് കണ്ടുപിടിച്ചാൽ കുരുകഴിക്കാനുള്ള മാർഗവും അവിടെ തന്നെ കണ്ടുകിട്ടും. നമുക്ക് വീണ്ടും മസ്ഗ്രേവിന്റെ അടുത്തേക്ക് പോകാം. മസ്ഗ്രേവ്, നിങ്ങളുടെ ബട്ട്ലർ വായിച്ചുകൊണ്ടിരുന്ന ആ കടലാസ് എവിടെ? ജോലി പോലും പണയപ്പെടുത്തി അയാൾ പരിശോധിച്ചത് എന്താണെന്ന് എനിക്ക് കാണണം. ഹോംസ്, അത് വെറും പരിഹാസ്യമായ ഒരു ഏർപ്പാടാണ്. പരമ്പരാഗതമായി നിലനിന്നിരുന്നുവെന്ന് മാത്രം. പ്രശ്നോത്തരങ്ങളുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ കാണാം. ഇതാണ് ആ പേപ്പർ. വിചിത്രമായ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓരോ മസ്ഗ്രേവ് കുടുംബവും പുരുഷപ്രാപ്തിയിൽ എത്തുമ്പോൾ ഇത് വായിച്ചിരിക്കണമെന്നാണ് നിയമം. ഞാൻ വായിക്കാം, കേട്ടോളൂ. അതാരുടേതായിരുന്നു? പോയ ആളിൻ്റെ. അതാർക്ക് കിട്ടും? ഇനി വരുന്നയാൾക്ക്. സൂര്യൻ എവിടെയായിരുന്നു? ഓക്കുമരത്തിന്റെ മുകളിൽ. നിഴൽ എവിടെയായിരുന്നു? എൽമ മരത്തിന്റെ ചുവട്ടിൽ. വടക്കോട്ട് 10 10, കിഴക്കോട്ട് 5 5, തെക്കോട്ട് 2 2, പടിഞ്ഞാറ് 1 1, അതിന്റെ താഴെ. അതിന് നാം എന്ത് കൊടുക്കും? നമുക്കുള്ളതെല്ലാം. എന്തിനു കൊടുക്കണം? നമ്മിലർപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി. കേട്ടില്ലേ ഹോംസ്, ഇതൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒറിജിനലിൽ തീയതി വെച്ചിട്ടില്ലായിരുന്നു. ഭാഷ 17-ാം നൂറ്റാണ്ടിലേതാണ്. നമ്മുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇതൊന്നും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മസ്ഗ്രേവ്, കുറഞ്ഞപക്ഷം ആദ്യത്തേതിനേക്കാൾ രസകരമായ മറ്റൊരു രഹസ്യം കൂടി നമുക്ക് ലഭിച്ചുവല്ലോ. ഇതിലൊന്ന് വെളിപ്പെട്ടാൽ മറ്റേതും കൂടി ചിലപ്പോൾ വെളിച്ചത്തായെന്ന് വരും. മസ്ഗ്രേവ്, ക്ഷമിക്കുമെങ്കിൽ ഞാനൊന്ന് പറയാം. ഞങ്ങളുടെ ബട്ട്ലർ വളരെ ബുദ്ധിമാനാണ്. അയാളുടെ യജമാനന്മാരിൽ 10 തലമുറയിൽപ്പെട്ട ആർക്കും ഇല്ലാതിരുന്ന ബുദ്ധിയും ഉൾക്കാഴ്ചയും അയാൾക്കുണ്ട്. ഹോംസ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കടലാസ് പ്രായോഗികമായി തീരെ അപ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രണ്ടനും അങ്ങനെ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ പിടികൂടുന്നതിന് മുൻപ് തന്നെ അയാൾ അത് കണ്ടിട്ടുണ്ടാവും. അത് ശരിയാകാം. ഞങ്ങളിത് രഹസ്യമായൊന്നും വെച്ചിരുന്നില്ല. ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അയാൾ അത് നോക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ കണ്ടപ്പോൾ ഒളിച്ചു വെച്ച ഒരു ഭൂപടമോ മറ്റോ അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? അതുമായി ഒത്തുനോക്കിയതായിരിക്കാം. അത് ശരി. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ പഴയ ആചാരവുമായി അയാൾക്കെന്ത് ബന്ധം? ഈ ജൽപ്പനങ്ങളുടെയൊക്കെ അർത്ഥം? അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പണിപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അടുത്ത ട്രെയിനിൽ നമുക്ക് സസെക്സിലേക്ക് പുറപ്പെടാം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൂലകക്ഷമായ ഒരു പഠനം നടത്തിക്കളയാം. ശരി ഹോംസ്, വളരെ സന്തോഷം. വാട്സൺ, അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹൾസ്റ്റണിൽ എത്തി. പ്രസിദ്ധമായ ആ മാളികയുടെ ചിത്രം നിങ്ങൾ കണ്ടിരിക്കും. അതുകൊണ്ട് ചുരുക്കി പറയാം. ഇംഗ്ലീഷ് ലെറ്റർ L എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ആ കെട്ടിടം. നീളം കൂടിയ ഭാഗം പിന്നീട് പണിയിച്ചതാണ്. മധ്യത്തിലുള്ള വലിയ വാതിലിന് മുകളിൽ 1607 എന്ന് കൊത്തിയിട്ടുണ്ട്.
എന്നാൽ ഉത്തരവും കരിങ്കൽ തൂണുകളുമൊക്കെ പരിശോധിച്ച വിദഗ്ധന്മാരുടെ അഭിപ്രായം അവയ്ക്ക് അതിലേറെ പഴക്കമുണ്ടെന്നാണ്. പഴക്കം ചെന്ന വീട്ടിൽ നിന്നും 600 അടി അകലെയായി നടപ്പാതയുടെ സമീപമാണ് മുൻ പറഞ്ഞ തടാകമുള്ളത്. അവിടെ രഹസ്യങ്ങൾ 3 എണ്ണമില്ല, ഒന്നേ ഉള്ളൂ എന്നും മസ്ഗ്രേവ് ചടങ്ങ് ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ ബട്ട്ലർ ബ്രണ്ടനെയും പരിചാരക റേച്ചലിനെയും ആവരണം ചെയ്തിരിക്കുന്ന നിഗൂഢത പുറത്തു കൊണ്ടുവരാനാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് വാട്സൺ, ഞാൻ എൻ്റെ സർവ്വശക്തിയും അതിലേക്ക് തിരിച്ചുവിട്ടു. ഈ ഭൃത്യന് യജമാനന്റെ പുരാതന ചോദ്യോത്തരങ്ങൾ വായിച്ചറിയാൻ എന്താണ് ഇത്ര ഉത്സാഹം? ഉത്തരം വ്യക്തമാണ്. 4 or 5 തലമുറകളായി നമ്മുടെ പ്രഭു കുടുംബത്തിലെ കാരണവന്മാരുടെ ദൃഷ്ടിയിൽ പെടാത്ത എന്തോ ഒന്ന് അയാൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തം സ്വന്തം കാര്യസാധ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്നും അയാൾ തീർച്ചയാക്കി. ഹോംസ്, എന്തായിരുന്നു ആ കണ്ടുപിടുത്തം? അത് അയാളുടെ വിധിയെ എങ്ങനെ ബാധിച്ചു? വാട്സൺ, ചടങ്ങുകളുടെ വിവരണം വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്ന അളവുകൾ ഏതോ പ്രത്യേക സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മസ്ഗ്രേവിന്റെ പൂർവികന്മാർ ഇങ്ങനെ സൂത്രവാക്യത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള രഹസ്യം എന്താണെന്ന് പിടികിട്ടും. ഓക്കുമരത്തിന്റെയും എൽമ വൃക്ഷത്തിന്റെയും വ്യക്തമായ സൂചനകളുണ്ടല്ലോ. ഓക്കുമരത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. വീടിന്റെ നേരെ മുൻപിൽ പാതയുടെ ഇടതുവശത്ത് വൃക്ഷങ്ങളുടെ ഒരപ്പൂപ്പൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ വൻവൃക്ഷം നിൽപ്പുണ്ട്. വാട്സൺ, വീണ്ടും മസ്ഗ്രേവിന്റെ അടുത്തേക്ക് പോകാം. മസ്ഗ്രേവ്, നിങ്ങളുടെ പഴയ ചടങ്ങ് ആരംഭിച്ച കാലത്ത് ഈ വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നോ? വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു. ആ ഉണ്ട്, നോർമൻ ആക്രമണകാലത്തെ ഇതിവിടെയുണ്ട്. 23 അടിയാണ് ഇതിന്റെ ചുറ്റളവ്. അങ്ങനെ ഒരു സ്ഥാനം മനസ്സിലായി. ഇനി പ്രായം ചെന്ന എൽമ മരങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതാ അവിടെ വളരെ പ്രായമായ ഒന്നുണ്ടായിരുന്നു. 10 വർഷം മുൻപ് ഇടിവെട്ടേറ്റ് അത് നശിച്ചുപോയി. ഞങ്ങൾ അങ്ങനെ അത് മുറിച്ചു മാറ്റി. അത് നിന്നിരുന്ന സ്ഥലം ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇവിടെ വേറെ എൽമ വൃക്ഷമൊന്നുമില്ലല്ലോ. പ്രായമായത് വേറെ ഒന്നുമില്ല. പിന്നെ ബീച്ച് മരങ്ങൾ ധാരാളമുണ്ട്. ആ സ്ഥലം കാണിച്ചു തരൂ. വീടിനുള്ളിൽ കയറുന്നതിന് മുൻപ് തന്നെ പുൽത്തകടിയിൽ വൃക്ഷം നിന്നിരുന്ന സ്ഥലം മനസ്സിലാക്കി. വീടിനും ഓക്കുമരത്തിന്റെയും മധ്യത്തിലായിരുന്നു അത്. എന്റെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടെന്ന് തോന്നി. മസ്ഗ്രേവ്, ആ മരത്തിന്റെ ഉയരം എത്രയാണെന്ന് അറിയാൻ വല്ല മാർഗവുമുണ്ടോ? അത് എളുപ്പമാണ്. 64 അടി. കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഹോംസ് എന്റെ പഴയ ട്യൂഷൻ മാസ്റ്റർ ത്രിമാനഗണിതം പഠിപ്പിച്ചിരുന്നപ്പോൾ ആ രീതി ഉപയോഗിച്ച് ഇവിടുത്തെ വൃക്ഷങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മറ്റും ഉയരം ഞാൻ കണക്കാക്കാറുണ്ടായിരുന്നു. അവിചാരിതമായ ഒരു ഭാഗ്യമായിരുന്നു അത്. പ്രതീക്ഷിച്ചതിലും വളരെ വേഗം എനിക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടുന്നു. നിങ്ങളുടെ ബട്ട്ലർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതായി ഓർക്കുന്നുണ്ടോ? റെജിനാൾഡ് മസ്ഗ്രേവിന്റെ മുഖത്ത് ആശ്ചര്യം പ്രകടമായി. ഹോംസ്, നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജോലിക്കാരനുമായുള്ള തർക്കം തീർക്കാനാണെന്ന് പറഞ്ഞ് ബ്രണ്ടൻ വൃക്ഷത്തിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു. വളരെ നല്ലൊരു വാർത്ത. എന്റെ അന്വേഷണം ശരിയായ മാർഗത്തിലാണെന്നതിന് തെളിവായിരുന്നു അത്. ഞാൻ സൂര്യനെ നോക്കി. 1 മണിക്കൂറിനുള്ളിൽ അത് വയസ്സൻ ഓക്കുമരത്തിന്റെ ഏറ്റവും ഉയർന്ന ശാഖയുടെ മുകളിൽ എത്തുമെന്ന് ഞാൻ കണക്കാക്കി. ചടങ്ങിൽ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ അപ്പോൾ നടപ്പിലാകും. എൽമ മരത്തിന്റെ നിഴലെന്ന് പറയുമ്പോൾ നിഴലിന്റെ അറ്റമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചുവടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൂര്യൻ ഓക്കുമരത്തിന്റെ മുകളിലാകുമ്പോൾ എൽമ വൃക്ഷത്തിന്റെ നിഴൽ എത്ര ദൂരെ എത്തുമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഹോംസ്, ഇല്ലാത്ത വൃക്ഷത്തിന്റെ നിഴൽ എങ്ങനെ കണ്ടുപിടിക്കും? മസ്ഗ്രേവ്, ബ്രണ്ടന് കഴിയുമെങ്കിൽ എനിക്കും കഴിയും. വാസ്തവത്തിൽ അത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ മസ്ഗ്രേവിന്റെ മുറിയിൽ ചെന്ന് ഒരു കുറ്റി ചെത്തിയുണ്ടാക്കി. ഒരു നീണ്ട ചരടെടുത്ത് ഓരോ അടി ഇടപെട്ട് കെട്ടുകളിട്ടു. എന്നിട്ട് 2 ചൂണ്ടക്കമ്പുകൾ എടുത്തു. രണ്ടിനും കൂടി 6 അടി നീളമുണ്ടായിരുന്നു. ഞങ്ങൾ എൽമ മരം നിന്നിരുന്ന സ്ഥലത്ത് പോയി. സൂര്യൻ ഓക്കുവൃക്ഷത്തിന്റെ മുകളിലെത്തിയിരുന്നു. ചൂണ്ടക്കമ്പുകൾ രണ്ടും ചേർത്ത് കെട്ടി കുത്തനെ പിടിച്ച് നിഴലിന്റെ ദിശ മനസ്സിലാക്കി നീളം അളന്നു. 9 അടിയായിരുന്നു നീളം. 9 അടിയാണെങ്കിൽ 64 അടി ഉയരമുള്ള വൃക്ഷത്തിന്റെ നിഴൽ 96 അടി കാണും. നിലത്ത് അത്രയും ദൂരം അളന്നപ്പോൾ വീടിന്റെ ചുമരിനടുത്തെത്തി. അവിടെ ഞാൻ ഒരു കുറ്റി തറച്ചു. അതിനടുത്തായി 2 ഇഞ്ച് മാറി ഒരു ചെറിയ കുഴി കണ്ടപ്പോൾ എന്റെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. അത് ബ്രണ്ടൻ അളന്ന് അടയാളപ്പെടുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോഴും അയാളെ പിന്തുടരുകയാണ്. അവിടെ നിന്നും എന്റെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടെ ദിക്കുകൾ കണക്കാക്കി മറ്റളവുകൾ എടുത്തു. ചുമരിന് സമാന്തരമായി 10 ചുവടുകൾ അളന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് കിഴക്കോട്ട് 5ഉം തെക്കോട്ട് 2ഉം ചുവടുകൾ നടന്നു. പഴയ വാതിലിന്റെ പടിയിലാണ് ഞാൻ എത്തിയത്. അവിടെ നിന്നും 2 ചുവട് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ കല്ലുപാകിയ ഇടനാഴിയിൽ ഇറങ്ങണമെന്നർത്ഥം. സൂത്രവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണല്ലോ. വാട്സൺ, ഞാൻ നിരാശ കൊണ്ട് വാടിത്തളർന്നു. എന്റെ കണക്കുകൂട്ടലിൽ അടിസ്ഥാനപരമായ ഏതോ തെറ്റ് പറ്റിയിരിക്കണം. അസ്തമയ സൂര്യൻ ഇടനാഴിയിലെ കരിങ്കൽ തറയിൽ പൊൻവെയിൽ പൂശിയിരുന്നു. ചവിട്ടിത്തേഞ്ഞ ആ ശിലാഫലകങ്ങൾ കൊല്ലങ്ങളായി അനക്കമില്ലെന്ന് വ്യക്തം. ബ്രണ്ടൻ ഇവിടെ ഒന്നും ചെന്നിട്ടില്ല. ഞാൻ നിലത്ത് മുട്ടി നോക്കി. എല്ലായിടത്തും ഒരേ ശബ്ദം. വിടവോ വിള്ളലോ ഒന്നുമില്ല.
എൻ്റെ ഓരോ ചുവടുവയ്പും താല്പര്യത്തോടെ വീക്ഷിച്ചിരുന്ന മസ്ഗ്രേവ് ആ കടലാസ് എടുത്ത് അളവുകൾ ഒന്നുകൂടി പരിശോധിച്ചു. ഹോംസ്, അതിന്റെ താഴെ എന്ന് എഴുതിയിരുന്നത് വിട്ടുകളഞ്ഞു. കുഴിച്ചു നോക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ശരിയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. മസ്ഗ്രേവ്, ഇതിന്റെ താഴെ നിലവറയുണ്ടോ? ഉണ്ട്, വളരെ പഴക്കമേറിയ ഒരറ. ഇതാ, ഈ വാതിലിലൂടെ വരൂ. ഞങ്ങൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കൽപ്പടവിറങ്ങി. മസ്ഗ്രേവ് തീപ്പെട്ടി ഉരച്ച് മൂലയിൽ ഒരു വീപ്പയുടെ പുറത്തിരുന്ന ഒരു വിളക്ക് കത്തിച്ചു. ഞങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഞങ്ങൾ മാത്രമല്ല, വേറെ ആരോ കൂടി അടുത്ത കാലത്ത് അവിടം സന്ദർശിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു. ആ അറ വിറകിടാനാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ ചിതറിക്കിടന്നിരുന്ന വിറകുകൾ നടുക്ക് കുറെ സ്ഥലം ഒഴിച്ചിട്ട് ചുറ്റും അടുക്കി വെച്ചിരുന്നു. ഈ ഭാഗത്ത് മധ്യത്തിൽ ഇരുമ്പ് വളയം പിടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പരന്ന കല്ല് കാണുന്നു. വളയത്തിൽ ഒരു മഫ്ലർ കെട്ടിയിട്ടുണ്ട്. കർത്താവേ, ഇത് ബ്രണ്ടന്റെ മഫ്ലറാണല്ലോ. അയാളത് കഴുത്തിൽ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സംശയമില്ല, ആ ദ്രോഹി ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു? എന്റെ നിർദ്ദേശമനുസരിച്ച് 2 പോലീസുകാരെ ആളയച്ചു വരുത്തി. അവരുടെ സാന്നിധ്യത്തിൽ മഫ്ലർ പിടിച്ച് കല്ല് ഉയർത്താൻ ഞാൻ ശ്രമിച്ചു. അല്പം അനക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരു പോലീസുകാരന്റെ സഹായത്തോടെ ഞാൻ പ്രയാസപ്പെട്ട് ശിലാഫലകം ഇളക്കി ഒരു വശത്തേക്ക് മാറ്റി. അതിനു താഴെ ഇരുളടഞ്ഞ ഒരു ഗുഹ കണ്ടു. ഞങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തി നോക്കി. മസ്ഗ്രേവ് കുനിഞ്ഞ് വിളക്ക് ഉള്ളിലേക്ക് താഴ്ത്തി പിടിച്ചു. 4 അടി ചതുരത്തിൽ 7 അടിയോളം താഴ്ചയുള്ള ഒരു ചെറിയ അറയായിരുന്നു അത്. അവിടെ ഒരരികിൽ ഒരു തടിയൻ പെട്ടി തുറന്നു വെച്ചിരുന്നതായി കണ്ടു. അതിന്റെ പുറത്തൊക്കെ കട്ടിയായി പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. പുറത്തു പലയിടത്തും ചിതൽ തിന്നു തീർത്തതിനാൽ പെട്ടിക്കകത്തു പോലും പൂപ്പൽ പടർന്നിരുന്നു. വാട്സൺ, ഇതാ, ഇതുപോലുള്ള കുറെ തകിടുകൾ അതിൽ ചിതറിക്കിടന്നിരുന്നു. പണ്ടത്തെ നാണയങ്ങളായിരിക്കും. മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. തത്സമയം പെട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധ അതിന്റെ സമീപത്ത് കുനിഞ്ഞിരുന്ന രൂപത്തിലായിരുന്നു. കറുത്ത കോട്ട് ധരിച്ച ഒരു പുരുഷ രൂപം നിലത്ത് കുത്തിയിരുന്ന് കൈകൾ പെട്ടിയുടെ വശങ്ങളിലേക്കിട്ട് ഉള്ളിലേക്ക് എത്തി നോക്കിയ മട്ടിൽ അയാൾ ഇരുന്നു. ആ നിലയിൽ അയാളെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾ അത് വലിച്ചു പുറത്തെടുത്തു. അവർ ഞെട്ടിപ്പോയി. അത് ബട്ട്ലർ ബ്രണ്ടന്റെ മൃതദേഹമായിരുന്നു. വേഷവും ഉയരവും തലമുടിയും മറ്റും കണ്ട് അയാൾ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി കാണണം. ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒത്തില്ല. മൃതദേഹം വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ അന്വേഷണം ഒരിടത്തും എത്തിയില്ല. പ്രശ്നങ്ങൾ പിന്നെയും അവശേഷിച്ചു. ഈ ഘട്ടത്തിൽ ഞാൻ നിരാശനായിപ്പോയി വാട്സൺ. സൂത്രവാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചാൽ രഹസ്യം വെളിപ്പെടുമെന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. അത് കണ്ടുപിടിച്ചു. ഇത്രയധികം മുൻകരുതലുകളോടെ ആ കുടുംബം ഒളിച്ചു വച്ചിരുന്ന രഹസ്യത്തിൽ നിന്നും വളരെ അകലെയാണിപ്പോഴും. ബ്രണ്ടന്റെ ഭാഗധേയത്തിലേക്ക് വെളിച്ചം വീശാൻ എനിക്ക് കഴിഞ്ഞു. എങ്ങനെ മരണം സംഭവിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. അപ്രത്യക്ഷയായ സ്ത്രീക്ക് അതിലുള്ള പങ്കെന്താണെന്നും അറിഞ്ഞുകൂടാ. മൂലയിലെ വീപ്പയുടെ പുറത്തിരുന്ന് ഞാൻ എല്ലാം ഒന്നുകൂടി ശ്രദ്ധാപൂർവമായ ആലോചനയ്ക്ക് വിഷയമാക്കി. വാട്സൺ, നിങ്ങൾക്ക് എൻ്റെ രീതി അറിയാമല്ലോ. ഞാൻ ആ മനുഷ്യന്റെ സ്ഥാനത്താണെന്ന് സങ്കല്പിക്കുന്നു. അയാളുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത്തരം സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഇക്കാര്യത്തിൽ ഒരു സൗകര്യമുണ്ട്. ബുദ്ധിയുടെ കാര്യത്തിൽ ബ്രണ്ടൻ പിന്നോക്കമല്ല. അതുകൊണ്ട് വ്യക്തിപരമായ സമീകരണം എളുപ്പമാണ്. വിലയേറിയതെന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ മൂടിയിരുന്ന കല്ല് ഘനമുള്ളതാണെന്നും മറ്റൊരാളുടെ സഹായം കൂടാതെ ഇളക്കി മാറ്റാനാവില്ലെന്നും മനസ്സിലാക്കി. അപ്പോഴയാൾ എന്തു ചെയ്യും? പുറത്തുനിന്നും ഒരാളെ വിളിച്ചുകൊണ്ടുവരാൻ എളുപ്പമല്ല. വിശ്വസിക്കാവുന്നവരുണ്ടെങ്കിൽ കൂടി കതകുകൾ തുറന്നു കൊടുക്കുമ്പോഴും മറ്റും പിടികൂടും. വീടിനുള്ളിൽ തന്നെ ഒരു സഹായിയെ കിട്ടിയാൽ ഉത്തമമായി. പക്ഷെ ആരോട് പറയും? ആ പെൺകുട്ടി അയാളെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. ഞാനങ്ങോട്ട് എത്ര കൃത്യമായി പെരുമാറിയാലും സ്ത്രീക്ക് തൻ്റെ പേരിലുള്ള സ്നേഹം നഷ്ടപ്പെടുകയില്ലെന്ന് പുരുഷൻ ധരിച്ചു കളയുന്നു. എന്തോ ചില പൊടിക്കൈകൾ പ്രയോഗിച്ച് ബ്രണ്ടൻ റേച്ചൽ ഹോവൽസുമായി സന്ധിയുണ്ടാക്കി. അവളെ തൻ്റെ യജ്ഞത്തിൽ പങ്കാളിയാക്കാൻ തീരുമാനിച്ചു. രാത്രി 2 പേരും നിലവറയിൽ കടന്നു. 2 പേരുടെയും ശ്രമം കൊണ്ട് കല്ലിളകുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കൺമുമ്പിൽ നടന്ന പോലെ എനിക്ക് വ്യക്തമായി. എന്നാൽ 2 പേരും, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി കല്ലിളക്കുക എളുപ്പമല്ല. ഒരു തടിയൻ പോലീസുകാരനും ഞാനും നന്നേ പണിപ്പെട്ടപ്പോഴാണ് അതിന് കഴിഞ്ഞതെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കും? ഞാനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുമെന്ന് ആലോചിച്ചു. ചുറ്റും നോക്കി. വിറകു കഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. പ്രതീക്ഷിച്ചത് വളരെ വേഗം കണ്ടുകിട്ടി. 3 അടി നീളം വരുന്ന ഒരു തടിക്കഷ്ണത്തിന്റെ ഒരരികിൽ ചതഞ്ഞ പാടുണ്ട്. ഭാരമുള്ള ഏതോ വസ്തു പുറത്തു കയറ്റി വെച്ചാൽ എന്ന പോലെ 2 അറ്റവും നെല്ല് പരന്നിട്ടുള്ള കുറേയധികം വിറക് കൊള്ളികൾ അവിടെ കണ്ടു. കല്ല് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ വിള്ളലിൽ വിറകു കഷ്ണങ്ങൾ തിരികെ കയറ്റിയിരിക്കും. ഒരാളിനെ നുഴഞ്ഞു കയറാൻ പറ്റിയ വിധം കല്ല് ഉയർന്നപ്പോൾ കുറുകെ വെച്ച ഒരു തടി കഷ്ണത്തിൽ ചാരി വെച്ചിരിക്കും. അങ്ങനെയാണ് അതിന്റെ അറ്റം ചതഞ്ഞു കാണപ്പെട്ടത്. ഇതുവരെ എന്റെ നില ഭദ്രമാണ്.
ഇനി ആ നിശാനാടകത്തിലെ ബാക്കിയുള്ള രംഗം ഞാൻ എങ്ങനെ ഭാവനയിൽ കാണും? ഒരാൾക്ക് അറയിൽ നുഴഞ്ഞു കയറാൻ പറ്റൂ, അത് ബ്രണ്ടൻ തന്നെ. പെൺകുട്ടി വെളിയിൽ നിന്നിരിക്കും. ബ്രണ്ടൻ പെട്ടി തുറന്ന് ഉള്ളിലായിരുന്ന വസ്തു പുറത്തെടുത്ത് പെൺകുട്ടിയെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെ വരാനേ വഴിയുള്ളൂ. പെട്ടിയിൽ ഒന്നുമില്ലായിരുന്നല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? തന്നെ വഞ്ചിച്ച പുരുഷനെ തന്റെ അധീനതയിൽ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ പ്രക്ഷുബ്ധമായ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന പ്രതികാരാഗ്നി ആളിക്കത്തിയതായിരിക്കുമോ? അതോ വിധിവശാൽ വിറകു കഷ്ണം തെന്നി വീണ് ബ്രണ്ടൻ ജീവനോടെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടതാണോ? കാര്യം പുറത്തു പറയാത്തത് മാത്രമാണോ അവരുടെ അപരാധം? അവൾ കൈകൾ കൊണ്ട് വിറകിനെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ കരിങ്കൽ പലക അതിന്റെ സ്ഥാനത്ത് വന്നു വീണ് അറയെ അടച്ചതാകുമോ? നിധികുംഭം മുറുകെ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പടി കയറി പാഞ്ഞു പോകുന്നത് ഞാൻ മനസ്സിൽ കാണുന്നു. പിന്നിൽ നിന്നും ശ്വാസം മുട്ടി പിടയുന്ന വിശ്വാസവഞ്ചകനായ തന്റെ കാമുകന്റെ അടക്കിപ്പിടിച്ച നിലവിളിയും കരിങ്കൽ ചുമരുകളിൽ ഉന്മത്തമായ കൈകൾ കൊണ്ടിടിക്കുന്ന ശബ്ദവും അവളുടെ കാതുകളിൽ വന്നലയ്ക്കുന്നു. പിറ്റേന്ന് രാവിലെ കണ്ട അവളുടെ വിളറി വെളുത്ത മുഖത്തിന്റെയും അപസ്മാര മൂർച്ചയുടെയും പൊട്ടിച്ചിരിയുടെയും ഒക്കെ രഹസ്യം ഇവിടെയാണ്. പെട്ടിയിൽ നിന്നെടുത്ത വസ്തു എന്താണ്? അവൾ അതെന്തു ചെയ്തു? തടാകത്തിൽ നിന്നും മസ്ഗ്രേവ് തപ്പിയെടുത്ത ലോഹ കഷ്ണങ്ങളും ചരൽ കല്ലുകളും തന്നെയാവും അത്. അപരാധത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരം അവൾ ഉപയോഗിച്ചു. അതെല്ലാം തടാകത്തിൽ വലിച്ചെറിഞ്ഞു. 20 മിനിറ്റ് നേരം ഞാൻ ഇതൊക്കെ ആലോചിച്ചിരുന്നു പോയി. മസ്ഗ്രേവ് വിളറിയ മുഖത്തോടെ ഇടയ്ക്കിടെ ആ ഇരുട്ടറയിലേക്ക് നോക്കി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഹോംസ്, ഇത് ചാൾസ് ഒന്നാമന്റെ കാലത്തെ നാണയങ്ങളാണ്. പെട്ടിയിൽ കിടന്ന തകിടുകൾ എടുത്തു നോക്കി അയാൾ പറഞ്ഞു. നമ്മുടെ ചടങ്ങിന്റെ കാലനിർണയം ശരിയായിരുന്നു. ചാൾസ് ഒന്നാമന്റെ വേറെയും ചിലത് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ചടങ്ങിന്റെ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു. മസ്ഗ്രേവ്, തടാകത്തിൽ നിന്ന് കിട്ടിയ സഞ്ചിയിലുണ്ടായിരുന്ന വസ്തുക്കൾ കാണട്ടെ. ഞങ്ങളെല്ലാവരും മസ്ഗ്രേവിന്റെ മുറിയിലേക്ക് തിരിച്ചു. മേശപ്പുറത്ത് കിടന്നിരുന്ന കറുത്ത ലോഹവും നിറം മങ്ങിയ കല്ലുകളും തീരെ വിലയില്ലാത്തതാണെന്നാണ് അയാൾ കരുതിയിരുന്നത്. ഒരു കല്ലെടുത്ത് ഞാൻ ഷർട്ടിന്റെ ഒരറ്റം കൊണ്ട് തിരുമി കൈവെള്ളയിൽ തീക്കനൽ പോലെ അത് ജ്വലിച്ചു. ലോഹക്കമ്പികൾ കൊണ്ടു തീർത്ത 2 വളയങ്ങളുടെയും ആകൃതി നഷ്ടപ്പെട്ടിരുന്നു. രാജാവിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കക്ഷികൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയാമല്ലോ. നാടുവിട്ടോടിയവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എടുക്കാമെന്ന് കരുതി വില പിടിച്ച വസ്തുക്കൾ കുഴിച്ചിട്ടിരുന്നു. ഓ ഹോംസ്, എന്റെ പിതാമഹൻ പ്രമുഖനായ ഒരു കുതിരപ്പടയാളിയും ചാൾസ് രാജാവിന്റെ വലങ്കയുമായിരുന്നു. അങ്ങനെ വരട്ടെ, നമുക്ക് കിട്ടേണ്ട അവസാനത്തെ കണ്ണിയും ഇതാ കിട്ടി. വളരെ വിലയേറിയതാണെങ്കിലും ചരിത്ര വസ്തു എന്ന നിലയിൽ വിലയേക്കാൾ പ്രാധാന്യമുള്ള ഒരു സ്മാരകം. ശോകമൂകമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഹോംസ്? മസ്ഗ്രേവ് ആശ്ചര്യപ്പെട്ട് തുറച്ചു നോക്കി. ഇത് ഇംഗ്ലണ്ടിലെ പഴയ രാജാക്കന്മാരുടെ കിരീടമല്ലാതെ മറ്റൊന്നുമല്ല. കിരീടം? അതെ മസ്ഗ്രേവ്. സൂത്രവാക്യം എന്തു പറയുന്നുവെന്ന് നോക്കൂ. അതാരുടേതാണ്? പോയ ആളിൻ്റെ. ചാൾസിന്റെ വധത്തിന് ശേഷമായിരുന്നു എന്നർത്ഥം. അതാർക്ക് കിട്ടും? ഇനി വരുന്നയാൾക്ക്, അതായത് ചാൾസ് രണ്ടാമന്. അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് അപ്പോഴേ വിശ്വസിച്ചിരുന്നു. നിറം മങ്ങി പൊട്ടിപ്പൊളിഞ്ഞ ഈ കിരീടം ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ചക്രവർത്തിമാരുടെ ശിരോലങ്കാരമായിരുന്നു. അത് കുളത്തിലെത്തിയതെങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്പം സമയം വേണം. എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചിത്രങ്ങളുടെ വിവരണം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. പറഞ്ഞു തീർന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. നീലാകാശത്തിൽ പൂർണ്ണ ശോഭയോടെ ചന്ദ്രൻ പ്രകാശിച്ചിരുന്നു. ഹോംസ്, ചാൾസ് രാജാവ് മടങ്ങി വന്നപ്പോൾ തന്റെ കിരീടം ആവശ്യപ്പെടാഞ്ഞത് എന്തായിരിക്കും? ആ രാജകീയ സ്മാരകം സഞ്ചിയിലാക്കിക്കൊണ്ട് മസ്ഗ്രേവ് ചോദിച്ചു. ആ സംശയത്തിന്റെ നിവൃത്തി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. രഹസ്യമറിയാമായിരുന്ന കുടുംബത്തലവൻ യുദ്ധത്തിൽ മരിച്ചു പോയിരിക്കും. ഈ സൂത്രവാക്യം മാത്രം പിൻതലമുറയ്ക്കായി അദ്ദേഹം അവശേഷിപ്പിച്ചു. അന്നു മുതൽ അച്ഛൻ മകനിലേക്ക് ഇത് കൈമാറി വന്നു. അവസാനം ഒരാൾ ഈ രഹസ്യത്തിന്റെ മറ ചീന്തി. പക്ഷേ ആ ശ്രമത്തിൽ അയാൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. വാട്സൺ, ഇതാണ് മസ്ഗ്രേവ് ചടങ്ങിന്റെ കഥ. കിരീടം ഇപ്പോഴും ഹാൾസ്റ്റണിലുണ്ട്. അതിന്റെ അവകാശത്തിനായി അവർക്ക് കേസ് പറയേണ്ടി വന്നു. കുറെ പണച്ചെലവുണ്ടായി. ആ സ്ത്രീയെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ല. ഒരുപക്ഷെ തൻ്റെ പാപഭാരവുമായി കടലിനക്കരെ എവിടേക്കെങ്കിലും ഓടിപ്പോയതായിരിക്കും. അങ്ങനെ ആ കേസ് അവസാനിച്ചു.